ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രാൻഡി മുഫ്തിയായതോടുകൂടി എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരുടെ വലിയ നേതൃത്വമായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, മറ്റുള്ള സദസ്സിലുള്ളതായിരിക്കുന്ന സ്റ്റേജിലുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാർ, സദസ്സിലുള്ളതായിരിക്കുന്ന ആദരവുള്ള വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന് പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. നമ്മളെല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പിടിത്തരുമാറാകട്ടെ. നമ്മളുടെ എല്ലാ ഓരോരുത്തരെയും ശാരീരികവും മാനസികമായ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെല്ലാം ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവൻ്റെ ഉഖറവിയായ ഉലമായിലും ഉഖറവിയായ മുതഅല്ലിമീകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഈ സന്ദർഭം നിങ്ങളോട് ഞാൻ ഒരു കർണാടകത്തിനിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. വാസ്തവത്തിൽ നമ്മുടെ ഇവിടെ സ്ഥാപയിരുന്നിട്ട് എല്ലാ കൊല്ലവും ഈ മർക്കസിലേക്ക് അവിടുത്തെ പഠനം പൂർത്തിയാക്കി ഇവിടേക്ക് മുത്തഅല്ലിമീങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പരിപാടി കർണാടകത്തിൻ്റെ വിദ്യാർത്ഥികളെല്ലാം കൂടി സംഘടിപ്പിക്കുന്ന പരിപാടി, അതിലേക്ക് വരണമെന്ന് അവിടുത്തെ ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾ വന്ന് ക്ഷണിച്ചപ്പോൾ ശൈഖുന ഉസ്താദ് അവറുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. വാസ്തവത്തിൽ ഞാൻ രാത്രിൻ്റെ പരിപാടിക്ക് ഇപ്പോൾ അധിക സമയത്തും പോകാറില്ല. അതിന് മാത്രമുള്ള ആഫിയത്തും ആരോഗ്യം എനിക്കില്ല. ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിമീങ്ങളെ, ഇത് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ വലിയതായിരിക്കുന്ന ഒരു വിജയത്തിൻ്റെ വഴിയിലാണ് നമ്മളുള്ളത്. കാരണം നമ്മൾക്ക് ഇവിടെ ഈ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ശൈഖുന സുൽത്താനുൽ ഉലമ അവരുടെ തഹത്തിലായി നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട്, അവൻ്റെ കറമ് കൊണ്ട്, അവൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ള മുത്തഅല്ലിമീങ്ങളായ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുത്തഅല്ലിമീങ്ങളെ, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. അതിനേക്ക് നിഅമത്തിലേക്ക് ഹദ്ദും അസ്റൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളെല്ലാം നിങ്ങൾ എണ്ണാൻ പുറപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ആർക്കും അതിനെ എണ്ണിത്തീർക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു നിഅമത്ത്, വലിയൊരു കനത്ത നിഅമത്താണ് നമ്മളെ ഈ പഠിക്കുന്നതായിരിക്കുന്ന വഴിയിലേക്ക് അല്ലാഹു നമ്മളെ കടത്തിയത്. മൻ സലക തരീഖൻ യത്ലുബുഹു ഫീഹി ഇൽമൻ സഹലല്ലാഹു തരീഖൻ ഇലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലവരാളും പഠിക്കുന്നതായിരിക്കുന്ന വഴിക്ക് ഇൽമ തേടുന്ന വഴിയിൽ വല്ലവരാളും പ്രവേശിച്ചാൽ എന്താണ് അവനിക്കുള്ളതായിരിക്കുന്ന ആക്കിബത്ത്? എന്താണ്? സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന വഴിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് എളുപ്പമാക്കും. സ്വർഗത്തിൻ്റെ വഴി ഏതാണത്? അതായത് പഠിച്ചതനുസരിച്ചുള്ളതായിരിക്കുന്ന അമൽ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കളയുന്നു. സ്വർഗത്തിൻ്റെ വഴിയിലാണ് അവൻ പ്രവേശിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്രയും വലുതായിരിക്കുന്ന കനത്ത നിഅമത്ത് കൊണ്ട് അത് ചെയ്തുകൊണ്ട് നമ്മളെല്ലാം പോറ്റുന്നത് ഇവിടെ വെറുതെ അല്ല. നമ്മൾ അവൻ്റെ യഥാർത്ഥ അടിമകളായിട്ട് ഇവിടെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾ പ്രവർത്തനമാണെന്ന് നമ്മൾക്കത് സന്തോഷിക്കാൻ നമ്മൾക്ക് വകുപ്പില്ല. എന്തുകൊണ്ട്? അല്ലാഹു തന്നെ പറയുന്നത് എന്താണ്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചിട്ടുണ്ട്. നിങ്ങൾ അമൽ ചെയ്യുന്നതിനെയും നിങ്ങളെ അമലിനെയും അല്ലാഹുവാണ് പടക്കുന്നത്. പിന്നെ നമ്മൾക്കിവിടെ ഒരു പ്രത്യേകത ആവശ്യത്തിൻ്റെ അകത്തില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്
നമ്മൾക്കുള്ള പ്രവർത്തനങ്ങളും അള്ളാഹുവിലേക്കാണ് അത് മടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ബി ഫദ്ലില്ലാഹി വ ബി റഹ്മത്തിഹി. നബിയെ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്ത്? ബി ഫദ്ലില്ലാഹി വ ബി റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫല്യഫ്റഹു, അവർ സന്തോഷിച്ചോട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഫദ്ൽ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ പ്രവർത്തിച്ച്, നമ്മൾ നിസ്കരിച്ച്, നമ്മൾ നോമ്പ് നോക്കി, നമ്മൾ സദക്ക കൊടുത്ത്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അത് നമുക്കൊരു പ്രത്യേകത ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ തടിയിൽ ആ കാര്യങ്ങളെ പടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ചെയ്തു എന്ന വിഷയത്തിൽ നമ്മൾക്കതിൽ ഫഖ്റില്ല. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് മാത്രം അവർ സന്തോഷിച്ചോട്ടെ, വേറൊന്നുകൊണ്ടും അവർ സന്തോഷിക്കേണ്ട. അതാണ് അവർ സന്തോഷിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ല്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്. എത്രത്തോളം നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഈ അമൽ കൊണ്ട് നമ്മൾക്ക് സന്തോഷിക്കാൻ വകുപ്പില്ല. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഫദ്ല് കൊണ്ട് ആണ് നമ്മൾക്ക് അത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടാണ്ട് നമുക്ക് അങ്ങനത്തെ ആ പണി നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അമല് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അത് അള്ളാഹുവിലേക്കാണ് അത് നമ്മൾ മടങ്ങുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഫദ്ലും അള്ളാഹുവിൻ്റെ റഹ്മത്തും, ഇത് രണ്ടുകൊണ്ടാണ് നമ്മൾ അമല് ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലാ യദ്ഖുലു അഹദുക്കുമുൽ ജന്നത ബി അമലിഹി, നിങ്ങൾ നല്ലതായിരിക്കുന്ന ഒരാൾ അവൻ്റെ അമൽ കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വാന്ത യാ റസൂലല്ലാഹ്, വാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും, ഇല്ലാ ഇൻ തഗമ്മദനി ഇല്ലാഹു ബി റഹ്മത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാൽ മാത്രമേ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നമ്മൾക്ക് മനസ്സിലാക്കാലോ, ഒരു മനുഷ്യനിവിടെ 50 കൊല്ലമോ 100 കൊല്ലം ജീവിച്ചെങ്കിൽ അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് സ്വർഗമാണ്, പ്രതിഫലം കൊടുക്കുന്നത് വെച്ചോളി. അവൻ്റെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നതിൻ്റെ കാരണമായിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ ഒരു ആയുസ്സിൻ്റെ കത്ത് ചെയ്ത അമൽ കൊണ്ട് ഹുലൂദ്, കാലാകാലം അവസാനിക്കാത്ത കാലം പാർപ്പിക്കുന്നത് സ്വർഗത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ടാണ്. എന്നല്ലാണ്ട് നമ്മൾ ചെയ്ത ഇബാദത്തും നമ്മൾ ചെയ്തായിരിക്കുന്ന നമുക്ക് തരുന്ന പ്രതിഫലം അതിനെ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ അത് ഒരിക്കലും ഇത് മുനാസിബാകുന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് അവനിക്ക് റഹ്ഫത്തുള്ളത് കൊണ്ട്, കിർഫുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് അവനെ കടത്തുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇല്ലാ ഇൻ തഗമ്മദനി ഇല്ലാഹു ബി റഹ്മത്തിഹി, ഞാനും തന്നെ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ അഅ്ബദുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖായതുപോലെ അഅ്ബദുൽ ഖൽഖ്, പടപ്പിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന ആബിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും കൂടി പറയുന്നത് എന്താണ്? ഞാനും കിടക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടാണ് നമ്മളെല്ലാം ഈ നിരക്ക് അള്ളാഹു നമ്മളാക്കിയത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊള്ളണം. മനസ്സിലായില്ല? നമ്മൾക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പഠിക്കുന്ന കാലത്ത് വരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമ്മളെന്ത് വേണം? പഠിക്കുന്ന വിഷയത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അത് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കളയുന്നതായിരിക്കുന്ന അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറും മിമ്മാ യജ്മഊൻ, ഈ ദുന്യാവിൽ അവർ സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യത്തിനേക്കാളും അത് ഏറ്റവും ഉത്തമമായതാണ്, ഖൈറായതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മഹാനായതായിരിക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹിക്മൽ പറഞ്ഞത് അതാണ്, ലാ തുഫ്രിക തഅത്തുല്ലത്തി ബറസത്ത് മിൻക്, നിൻ്റെ പക്കന്നുള്ള അതായിരിക്കുന്ന താഴത്ത് കൊണ്ടിട്ട്, വൈപ്പാട് കൊണ്ടിട്ട് നീ എന്താക്കണ്ട, നീ സന്തോഷിക്കണ്ട. വഫറ, നീ സന്തോഷിച്ച് എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ പക്കന്ന്
അത് ചെയ്യിപ്പിച്ചല്ലോ എന്നുള്ളത് കൊണ്ട് നീ സന്തോഷിച്ചോളണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ റിളാക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പഠിക്കണം. ആദ്യമായിട്ട് നമ്മൾ എല്ലാത്തിനേക്കാളും മുമ്പ് നമ്മൾക്കുള്ളതായിരിക്കുന്ന നിയ്യത്തുകൾ നന്നാവണം. നിയ്യത്ത് നന്നായാൽ മാത്രമാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമു നമ്മൾക്ക് കിട്ടുന്നത്. അതായത് നാഫിയ ഇൽമായി തീരണമെങ്കിൽ എന്ത് വേണം? അത് അള്ളാഹുവിൻ്റെ ഖശിയത്ത് ഉണ്ടായിത്തീരുന്ന, ഭയഭക്തി ഉണ്ടായിത്തീരുന്ന ഇൽമാവണമെങ്കിൽ എന്ത് വേണം? അത് എന്ത് വേണം? അത് ഖശിയത്ത് ഉണ്ടാകണം. അൽഇൽമു ഇൻകാറനത്തുൽ ഖശിയത്ത് ഫലക് വഇല്ലാ ഫഅലൈക്. ഇൽമു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഖശിയത്ത്, അള്ളാഹുവിൻ്റെ പേടി, ഭയഭക്തി ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇൽമു. അല്ലെങ്കിൽ അത് എന്താണ്? അത് വബാലാണ്, ഗുണമില്ലാത്തതാണ്. അതുകൊണ്ട് നാഫിയ ഇൽമു പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും ചെയ്യുമാറാകട്ടെ. നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകൾ അള്ളാഹു പിടിത്തരുമാറാകട്ടെ. ശാരീരികവും മാനസികമായ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇല്ല, ബാക്കി ശൈഖുന ഉസ്താദ് അവറുകൾ എല്ലാം വേണ്ടപോലെ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. എനിക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മുത്തഅല്ലിമീങ്ങളുടെ ആഫിയത്തിന് വേണ്ടിയിട്ടും ആഖിബത്ത് നന്നായി മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ്വാരക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും ഞാൻ വസിയത്താക്കുന്നു.